2026-27 മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക്, സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക്, അതുപോലെ യുവതി യുവാക്കൾക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പ്രവാസികൾക്കും നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാരെ നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നോക്കമായിരിക്കുന്ന സമയത്താണ് അവർക്ക് വേണ്ടിയിട്ട് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മോട്ടോർ സൈക്കിളുകളും അതുപോലെ എയർബഡ്സുകൾ തുടങ്ങി യുവതികൾക്ക് വേണ്ടിയിട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഷീബസ് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത്, കിഡ്നി സംബന്ധമായ അസുഖമുള്ളതും മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാൻസർ ആശുപത്രി തന്നെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ഓർഗാനിക് സ്ഥിതിയിലേക്ക് വരുന്ന ഒരു കാർഷിക മേഖലയും മില്ലറ്റ്, അതുപോലെ നാളികേരത്തിനും തുടങ്ങി വിദ്യാർത്ഥികളെ പാടശേഖരത്തിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊരു പഠന വിഷയമാക്കിക്കൊണ്ട് നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ യുവതി യുവാക്കൾക്ക് പുതിയ സംരംഭക നിധിയും സീഡ് ഫണ്ടിങ്, CSR ഫണ്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു മാതൃകാ ബഡ്ജറ്റായി നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ 2026-27 വർഷത്തെ ഈ സാമ്പത്തിക വർഷത്തെ പല ബാധ്യതകളും ഉണ്ടെങ്കിൽ കൂടി തന്നെ സമഗ്രമായ ഒരു വികസനമാണ് നമ്മൾ മുന്നോട്ട് കാഴ്ചവെക്കുന്നത്. തീർച്ചയായും ഇത് എല്ലാ തല മേഖലകളെയും തുടക്കം കുറിക്കുകയും അതിൻ്റെ അവസാനം തന്നെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ നല്ലൊരു ബജറ്റ് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് ഞാൻ പ്രത്യാശിക്കുന്നു.